നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. ആസ്ബറ്റോസ് ഷീറ്റ് പാകിയ അംഗനവാടി കെട്ടിടം പിഞ്ചുകുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആസ്ബറ്റോസ് ഷീറ്റ് പാകിയ അംഗനവാടി കെട്ടിടം പിഞ്ചുകുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. അഞ്ചൽ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ അംഗൻവാടിക്കാണ് ഈ ദുരവസ്ഥ. അഞ്ചൽ പഞ്ചായത്തിലെ 15-ാം വാർഡിലെ നിറവ് കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിമോചന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA. അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിന്റെ സ്റ്റേജിന്റെ പിൻവശത്തെ പൊതുവഴിയിൽ രാത്രികാലങ്ങളിൽ കോഴിവേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി. ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും അടുത്ത ഇലക്ഷന് ഗ്രാമപഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുക്കുമെന്നും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഏരൂർ സുഭാഷ്. അഞ്ചൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂളിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മികച്ച സേവനങ്ങളോടെ അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ് കൂടാതെ എല്ലാവിധ ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസിംഗ് മികച്ച രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഐഫോൺ, HTC, സോണി, സാംസങ്, നോക്കിയ, പാനാസോണിക്, ലെനോവോ തുടങ്ങിയ എല്ലാവിധ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. പാരമ്പര്യം, വിശ്വസ്തത, മികച്ച സേവനം. PTS മൊബൈൽ സ്മാർട്ട് ഫോൺ ഷോപ്പ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 047522755511. മൊബൈൽ 9447334488. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. ആസ്ബറ്റോസ് ഷീറ്റ് പാകിയ അംഗനവാടി കെട്ടിടം പിഞ്ചുകുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. അഞ്ചൽ പഞ്ചായത്തിലെ 11-ാം വാർഡിലെ അംഗനവാടി കെട്ടിടത്തിനാണ് ഈ ദുരവസ്ഥ. ആസ്ബറ്റോസ് ഷീറ്റ് പാകിയ അംഗനവാടി പ്രവർത്തനം കുട്ടികൾക്ക് ക്യാൻസർ പിടികൂടാൻ സാധ്യത ഏറെയാണ്. സംസ്ഥാന സർക്കാർ തന്നെ ആസ്ബറ്റോസ് ഷീറ്റ് നിരോധിച്ചിട്ടുണ്ട്. സർക്കാർ കെട്ടിടങ്ങൾക്ക് ഈ ഷീറ്റ് പാകാൻ പാടില്ലെന്നും സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്. കുളത്തൂപ്പുഴയിൽ RPL ക്വാർട്ടേഴ്സിൽ ഈ ഷീറ്റ് പാകിയത് മൂലം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവർക്ക് ക്യാൻസർ പിടികൂടിയതിൻ്റെ ചികിത്സ നടന്നുവരികയാണ്. അഞ്ചൽ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന 77-ാം നമ്പർ അംഗനവാടിയാണ് ആസ്ബറ്റോസ് ഷീറ്റ് മേൽക്കൂരയിൽ പാകിയിരിക്കുന്നത്. അടിയന്തരമായി അംഗനവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ആസ്ബറ്റോസ് ഷീറ്റ് മാറ്റി മറ്റെന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂളിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ KG കുട്ടികളുടെ മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും ആദരിക്കൽ സംഘടിപ്പിച്ചു. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണവും അന്തേവാസികളുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ബന്ധങ്ങളുടെ വിലയും ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള സുരക്ഷിതത്വവും സുഖവും ആധുനിക സമൂഹം മനസ്സിലാക്കാത്തതിലുള്ള പോരായ്മയാണ് വൃദ്ധരായ മാതാപിതാക്കളെ അവർക്ക് സംരക്ഷണം ആവശ്യമുള്ളപ്പോൾ അവഗണിക്കുകയും വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത്. ഇതിന് പ്രതിവിധി എന്ന വിധം മുത്തച്ഛനെയും മുത്തശ്ശിയെയും അവരുടെ കാൽതൊട്ട് വന്ദിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് സെന്റ് ജോർജ് സ്കൂൾ സംഘടിപ്പിച്ച വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങ് വളരെയധികം ശ്രദ്ധേയമായി. തങ്ങളുടെ പിഞ്ചോമനകൾ കാൽതൊട്ട് വണങ്ങുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ പലരും സ്നേഹം കൊണ്ട് വിതുമ്പി.
ചിലർ പിഞ്ചോമനങ്ങളെ നെഞ്ചോട് ചേർത്ത് പുണർന്ന് ചുടുചുംബനങ്ങൾ നൽകുന്ന കാഴ്ച എല്ലാവരുടെയും മനം കുളിർപ്പിക്കുന്നതായിരുന്നു. കാരണം എന്താ? ഇതുപോലുള്ള അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്ര അനുഭവങ്ങളിൽ ഉണ്ടാകുന്നതല്ല നല്ലത് ഈ ആധുനിക സമൂഹത്തിൽ. ഉണ്ടാകുന്നത് വളരെ നല്ലത്. ആരും അതിന് പണിപ്പെടുന്നില്ല, ശ്രമിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. എനിക്ക് സ്നേഹിക്കാനുള്ള സമയങ്ങളൊക്കെ ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ കൊച്ചുമക്കൾ ഇപ്പോൾ എനിക്ക് 3 കുട്ടികൾ കൊച്ചുമക്കളുണ്ട്. ഈ 3 കൊച്ചുമക്കൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹം കൂടെ എൻ്റെ അമ്മമ്മ എന്നുള്ള ആ ഒരു ഇതിലാണ് കുട്ടികൾക്ക്. പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അതിൻ്റേതായ ഒരു ഉണ്ട്. ഇപ്പോൾ ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബന്ധങ്ങൾ. അപ്പോൾ ഈ ആധുനിക സമൂഹത്തിൽ ഇത്തരം ചടങ്ങുകൾ എന്ന് പറയുന്നത് വളരെ ദിവ്യമായ അനുഭൂതിയാണ്. അതിപ്പം നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഈ ദിവ്യമായ അനുഭവം എന്ന് പറയുന്നത് നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നടത്തിയത്. അതിനൊക്കെ നമുക്ക് അവരോട് അങ്ങേയറ്റത്തെ താല്പര്യം രേഖപ്പെടുത്തി. ചടങ്ങുകൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ലീന അലക്സ്, സ്റ്റുഡൻസ് കൗൺസിലർ രാജു കുറ്റിക്കാട്, അധ്യാപകരായ ഗീതാകുമാരി, സുകുമാരി എന്നിവർ നേതൃത്വം നൽകി. ഇത്തരം ചടങ്ങുകൾ കുട്ടികൾക്ക് നിത്യജീവിതത്തിൽ പുലർത്തിയാൽ വൃദ്ധസദനങ്ങളില്ലാത്ത ഒരു കാലം സംജാതമാകും എന്ന പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA. നമ്മൾ അംഗീകരിക്കുന്നു, പ്രധാനമന്ത്രി വലിയ ആളല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ആന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന ആരാണ്? അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന RSS ആണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വർഗീയതയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളാണ്. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അദ്ദേഹം ഗുജറാത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രി ആകുന്ന ഗുജറാത്തിലെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അവിടെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായ കലാപങ്ങൾ എത്രയാണെന്നറിയാമോ? ആ കലാപങ്ങളിൽപ്പെട്ട എത്രയോ പാവപ്പെട്ട മുസ്ലിങ്ങളും മറ്റ് ജനവിഭാഗങ്ങളും എല്ലാം മരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നു. 100 കണക്കിന് ആളുകൾ ആ കലാപത്തിൽപ്പെട്ട് മരിച്ചു. അങ്ങനെ വലിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് നമ്മുടെ നേതാവായി ഇപ്പോൾ ഇരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ മോഡി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വിഷമാണ്. ആ വിഷം എന്തുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു? പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. പഞ്ചസാര കൊണ്ട് പൊതിഞ്ഞ വിഷമാണ്. പഞ്ചസാര കാണുമ്പോൾ നമുക്ക് തോന്നുമെന്നാൽ ഇത് രുചിക്കുന്നതാണല്ലോ, അതിൻ്റെ രുചി ഒന്ന് നക്കി നോക്കിക്കളയാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേ അങ്ങനെ നമ്മൾ രുചിച്ചാൽ അകത്ത് വിഷമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ CPI ചെമ്പകരാമനല്ലൂർ വാർഡ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക തലത്തിൽ അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി നടപ്പാക്കിയതും സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാമെന്ന BJPയുടെ ലക്ഷ്യം വ്യാമോഹം മാത്രമാണെന്നും കേരളം എക്കാലവും വർഗീയ ശക്തികൾക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K. സോമരാജൻ അധ്യക്ഷനായിരുന്നു. AYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ രാജേന്ദ്രൻ, AYF വില്ലേജ് സെക്രട്ടറി S. ഹരികൃഷ്ണൻ, R. ശിവലാൽ എന്നിവർ സംസാരിച്ചു. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. സ്മാർട്ടിൽ വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ, അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല.
പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. അഞ്ചൽ പഞ്ചായത്തിലെ 15-ാം വാർഡിലെ നിറവ് കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി മോചന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അഞ്ചൽ പഞ്ചായത്തിലെ 15-ാം വാർഡിലെ നിറവ് കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുഗ്രഹ ബാലസഭയിലെ കുട്ടികൾക്കായി കൊട്ടാരക്കര ICST ലഹരിമോചന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിമോചന ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഓണച്ചന്തയൊക്കെ നമ്മുടെ വാർഡിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അയൽക്കൂട്ടങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായ നിലയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. എങ്കിലും ഒരു പൂർണ്ണതയിലായോ എന്ന് ചോദിച്ചാൽ പൂർണ്ണതയിലായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കുടുംബശ്രീ രൂപീകരിച്ചത് നമ്മുടെ വാർഡിലെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും അവരുടെ ദാരിദ്ര്യ ലഘൂകരണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് കുടുംബശ്രീ നമ്മൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ അത് ആ ഒരു ബൈല അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ഉൾക്കൊണ്ടു പോകാൻ നമ്മുടെ വാർഡിലെ ആളുകൾ തയ്യാറാകാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത ഒരു സംഭവം. അയൽക്കൂട്ടങ്ങളിലുള്ള ആളുകൾ അവരുടെ സൗകര്യം പോലെ പ്രവർത്തിക്കും, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും. ആ നിലയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിലയിൽ നമ്മൾ പ്രതിവാര കൂടുകയും പ്രതിമാസം ADS കൂടുകയും. കൊട്ടാരക്കര ICST ലഹരിമോചന കേന്ദ്രത്തിന്റെ പ്രൊഫസർമാരായ അലക്സാണ്ടർ ജേക്കബ് ലഹരിമോചന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ADS പ്രസിഡന്റ് നസീമ താജ്, സെക്രട്ടറി രാധിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും അടുത്ത ഇലക്ഷന് ഗ്രാമപഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുക്കുമെന്നും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഏരൂർ സുഭാഷ്. ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും അടുത്ത ഇലക്ഷന് ഗ്രാമപഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുക്കുമെന്നും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റും INTUC സ്റ്റേറ്റ് കൗൺസിൽ അംഗവുമായ ഏരൂർ സുഭാഷ്. കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിക്ക് മൃഗീയമായ ഭൂരിപക്ഷം ഉള്ള ഒരു പ്രദേശമായിരുന്നു ഏരൂർ. ഒരു പഞ്ചായത്ത് അംഗമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇടതുപക്ഷ മുന്നണി ഒന്നിച്ച് നിന്നപ്പോൾ ലഭിച്ചത്. അവിടെ നിന്നാണ് ക്രമാനുഗതമായി ഇപ്പോൾ 7 മെമ്പർമാരിൽ 19 7 മെമ്പർമാരിൽ എത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണം തികഞ്ഞ പരാജയമാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ UDF അംഗങ്ങൾ ക്രിയാത്മകമായ സഹകരണം നൽകിയിട്ട് പോലും ശ്മശാനം നിർമ്മിക്കാനോ അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മുടെ പഞ്ചായത്തിന് കിട്ടുന്ന വരുമാനം, ഇറച്ചി കടകൾ ലേലം ചെയ്യുന്നത് വഴി കിട്ടുന്ന വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്ലാട്ടർ ഹൗസ് നിർമ്മിക്കാനോ ഒന്നും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല. വളരെ ഖേദകരമായ രീതിയിലാണ്, തികച്ചും പിടിപ്പുകെട്ട രീതിയിലാണ് ഏരൂർ പഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം. പലപ്പോഴും ഞങ്ങൾ അതിൻ്റെ പല പ്രതിഷേധങ്ങളും ഉണ്ടായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ാം സ്ഥാനം നേടുന്ന പഞ്ചായത്താണ്
എരൂർ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടമല്ല, ഇവിടെ തൊഴിലാളികൾ കൂടുതലുണ്ട്. ആ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എ അടക്കമുള്ള അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു അവരുടെയും കൂടി ഒരു താല്പര്യവും അവരുടെ ഒരു വർക്കും അത്. പക്ഷേ ആ തൊഴിലുറപ്പ് പദ്ധതിക്ക് അതിൻ്റെ നിർവഹണത്തിന് ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടുന്ന സ്ഥല സൗകര്യം ഒരുക്കുന്നതിനും അവർക്ക് അവിടെ ആ ഓഫീസിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ ഗവൺമെൻറ് പണം അനുവദിച്ചതാണ്. പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ അവസ്ഥ തന്നെ വളരെ മോശമാണ്. ടോയ്ലറ്റ് സംവിധാനം മോശമാണ്. പഞ്ചായത്ത് ഹാള് തന്നെ, നമ്മുടെ കമ്മിറ്റി കൂടുന്ന ഹാള് തന്നെ ഏതാണ്ട് പൊളിഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിനൊന്നും ഒരു പ്രവർത്തനം ഇതിനൊക്കെ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസിലുണ്ടായിരുന്ന പാവങ്ങൾക്ക് പ്രയോജനപ്രദമായ ആംബുലൻസ് പോലും ഇപ്പോൾ പണി പൂർത്തിയാക്കി എന്ന് പറയുന്നു. ഇതുവരെ ഒരു ഡ്രൈവർ, എത്ര വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഒരു ഡ്രൈവറെ നിയോഗിച്ച് ആ ആംബുലൻസ് പ്രവർത്തന സജ്ജമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി. 19 വാർഡുകളുള്ള ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഇലക്ഷന് 7 സീറ്റുകൾ കരസ്ഥമാക്കിയ UDF ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. LDF കഴിഞ്ഞ ഭരണകാലത്ത് കയ്യിൽ കിട്ടിയ പല പദ്ധതികളും നടപ്പിലാക്കാതെ നഷ്ടപ്പെടുത്തുകയായിരുന്നുവെന്നും പൊതുശ്മശാനം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പല പദ്ധതികളും തുടങ്ങിയെടുത്ത് തന്നെ ഉപേക്ഷിച്ചുവെന്നും പൊതുജനങ്ങൾ LDFന്റെ കഴിവുകൾ മനസ്സിലാക്കിയെന്നും അടുത്ത ഇലക്ഷന് UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും പഞ്ചായത്ത് UDF കരസ്ഥമാക്കുമെന്നും ഏരൂർ സുഭാഷ് പറഞ്ഞു. 7 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തുന്നവരാണെങ്കിൽ, രാഷ്ട്രീയ ബോധമുള്ള ഏരൂരിലെ ജനത ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിന് പിന്തുണ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, സംസ്ഥാനത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ഇലക്ഷന് UDFും LDFും ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന്റെ സ്റ്റേജിന്റെ പിൻവശത്തെ പൊതുവഴിയിൽ രാത്രി സമയങ്ങളിൽ കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി. അഞ്ചൽ ഈസ്റ്റ് സ്കൂളിന്റെ സ്റ്റേജിന്റെ പിൻവശത്തെ പൊതുവഴിയിൽ രാത്രി സമയങ്ങളിൽ മാലിന്യങ്ങൾ ചാക്കിലാക്കി കൊണ്ടുതള്ളുന്നതായി പരാതി. ഇതുമൂലം വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും ദുർഗന്ധം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂൾ PTA, പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും മാലിന്യം തള്ളുന്നതിൽ കുറവൊന്നും ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാലിന്യം ഇട്ടുകാരാന്ന് നമുക്കറിയത്തില്ല, പക്ഷെ മാലിന്യം കൊണ്ട് എന്നും തള്ളിയിട്ട് പോവാം. അത് ആരാന്നോ എന്തോന്നൊന്നും നമുക്കറിഞ്ഞില്ല. ഭയങ്കര വാടാ, ദുർഗന്ധം കാരണം ഇവിടെ ടീച്ചർമാർക്കും കുട്ടികൾക്കും നടക്കാൻ വയ്യ. ഭയങ്കര അയലത്തുള്ളവർക്ക് ആർക്കും കിടക്കാൻ ഒക്കാത്ത അവസ്ഥ. ഈച്ച ഭയങ്കര. കോഴി വേസ്റ്റ് ചാക്കിലാക്കി രാത്രിയിൽ ബൈക്കിലും ആട്ടോയിലും എത്തുന്ന സംഘമാണ് ഇവിടെ മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആസ്പെറ്റോസ് ഷീറ്റ് പാകിയ അംഗനവാടി കെട്ടിടം പിഞ്ചുകുട്ടികളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്നു. അഞ്ചൽ പഞ്ചായത്തിലെ 11ാം വാർഡിലെ അംഗൻവാടിക്കാണ് ഈ ദുരവസ്ഥ. അഞ്ചൽ പഞ്ചായത്തിലെ 15ാം വാർഡിലെ നിറവ് കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിമോചന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന് അഡ്വക്കേറ്റ് കെ രാജു MLA. അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിന്റെ സ്റ്റേജിന്റെ പിൻവശത്തെ പൊതുവഴിയിൽ രാത്രികാലങ്ങളിൽ കോഴിവേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പരാതി. ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണം തികഞ്ഞ പരാജയമായിരുന്നുവെന്നും അടുത്ത ഇലക്ഷന് ഗ്രാമപഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുക്കുമെന്നും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഏരൂർ സുഭാഷ്. അഞ്ചൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂളിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.